വിഷ്ണു, അപകടത്തിൻ്റെ വലിയ ഞെട്ടൽ, വലിയ ആഘാതമുണ്ട്. അത് ആ മേഖലയ്ക്ക് മാത്രമല്ല നാടിന് മൊത്തമുണ്ട്. ആഘാതം കുറച്ചെങ്കിലും അടങ്ങുമ്പോൾ ഉയരുന്ന ചോദ്യം, യാതൊരുവിധ നിയമത്തിൻ്റെ അനുവാദവുമില്ലാതെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു ശേഖരിച്ചത്. വലിയ ജനവാസ മേഖലയിൽ ചെയ്യരുതാത്ത അരുതാത്ത സംഭവങ്ങൾ ഉണ്ടായി എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് വിഷ്ണു? ആഷ്മി, തീർച്ചയായും അങ്ങനെയാണ്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം, വീടുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയേറെ ഉഗ്രസ്ഫോടനമുള്ള ഈ പടക്ക വസ്തുക്കളുമായി എങ്ങനെയാണ് ഒരു ലോറിക്ക് എത്താൻ സാധിക്കുകയും അതിവിടെ മണിക്കൂറുകളോളം സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തത് ഒരു ചോദ്യമായി തുടരുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ ലോറി ഇവിടെ എത്തി പടക്കങ്ങൾ സൂക്ഷിച്ചു. വൈകിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇന്നും സമാനമായ രീതിയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനൊന്നെല്ലാം അതിനു മുൻപ് തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൃത്യമായൊരു വീഴ്ച ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളാണ്. കാരണം ഈ സ്ഥലം ക്ഷേത്രത്തിൻ്റെതാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട ആളുകൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഉത്സവത്തിന്റെ ആളുകളാണ്. കഴിഞ്ഞ മുൻപ് വർഷങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചിരുന്നതെന്നൊരു ആരോപണവും നിലവിൽ ഉയരുന്നുണ്ട്. കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു, ഒരു തരത്തിലുള്ള അനുമതിയും ഈ ആളുകൾ ഈ പടക്കം ഇവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി വാങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. അത് ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഇത്രയും ഉഗ്രസ്ഫോടനത്തിലുള്ള ഈ വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുമ്പോൾ കളക്ടറെയോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലെങ്കിലും അറിയിക്കണം. പക്ഷേ അങ്ങനത്തെ ഒരു തരത്തിലുള്ള നടപടിയും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഈ അപകടം ഇത്തരം തോതിൽ ഈ വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം. മറ്റൊന്ന്, ഈ പ്രദേശവാസികളോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരോടുമായി പറയാനുള്ളതാണ്, ഈ കെട്ടിടങ്ങളെല്ലാം, അതായത് ഈ പ്രദേശത്തുള്ള കെട്ടിടങ്ങളെല്ലാം വലിയ രീതിയിൽ ബലക്ഷയം നേരിടുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ ഉടമകൾ പോലും അതിനകത്തേക്ക് ദയവ് ചെയ്ത് നിലവിൽ കയറരുത് എന്നൊരു കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കാരണം ആ കെട്ടിടങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും നിലംപതിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള നീല നിറത്തിലുള്ള കെട്ടിടമാണ്, വീടാണിത്. ആ വീടിന്റെ എല്ലാ ജനാൽപ്പാളികളും ഇടിഞ്ഞ് നിലത്തേക്ക് വീഴുന്നു. അതിന്റെ സ്റ്റെപ്പുകൾക്കുൾപ്പെടെ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഉണ്ട്. ആ വീടുകളിലേക്ക് ആളുകൾ കയറുന്നത് പരമാവധി ഒഴിവാക്കണം. അതല്ല എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കും. നിലവിൽ ഈ വീടുകളിൽ കഴിയുന്ന ചില ആളുകൾ, വൃദ്ധരുൾപ്പെടെയുള്ള ആളുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അവരെല്ലാം മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും കളക്ടർ NSK ഉമേഷ് നേരിട്ടെത്തി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 25 പേർക്കാണ് പ്രാഥമികമായ കണക്കെടുപ്പിൽ പരിക്കു പറ്റിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൽ 2 പേരുടെ നില ഒരല്പം ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. ബാക്കി ആളുകൾ സ്വകാര്യ ആശുപത്രികളിലും വീടുകളിലുമായാണ് നിൽക്കുന്നത്. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം ജില്ലാ കളക്ടറും തമ്മിൽ ചർച്ചകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു കാരണത്തിലേക്ക്, എന്ത് കാരണത്തിലാണ് ഈ തീപിടുത്തം ഇവിടെ ഉണ്ടായത് എന്ന നിഗമനത്തിലേക്ക് എത്തുക. പ്രാഥമികമായി നേരത്തെ വന്ന അഭ്യൂഹം ഇത് ഷോർട്ട് സർക്യൂട്ടിലൂടെ, വാഹനത്തിലെ ഷോർട്ട് സർക്യൂട്ടിലൂടെ സംഭവിച്ചു എന്നുള്ളതെല്ലാമാണ്. പക്ഷേ അതാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വിശദമായ പരിശോധന ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ആ ഒരു ശാസ്ത്രീയമായ ഒരു ഉറപ്പിലേക്ക് എത്തുക. നിലവിൽ ഫയർഫോഴ്സ് ചില ഇടങ്ങളിൽ നിന്ന് ചെറുതായ രീതിയിൽ തീ ഉയരുന്നുണ്ട്. ആ തീ കെടുത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇത് സ്ഫോടക വസ്തുക്കളാണ്, അതുകൊണ്ട് ഇത് പൂർണ്ണമായും കത്തിത്തീർന്നു എന്ന ഉറപ്പിച്ച് പറയാൻ ഒരല്പം ഇനിയും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് അത് പൂർണ്ണമാക്കുക എന്നുള്ള ദൗത്യമാണ് നിലവിൽ ഫയർഫോഴ്സ് ഏറ്റെടുത്തിരിക്കുക. അതിന്റെ ഭാഗമായാണ് വീണ്ടും ഈ പ്രദേശം ഒന്നുകൂടി വെള്ളം ഒഴിച്ച് നനപ്പിക്കുന്നത്. ഈ ഇത് സൂക്ഷിച്ചിരുന്ന വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. പറമ്പിൽ ഇതുണ്ടായിരുന്ന കാറ് പൂർണ്ണമായും കത്തിനശിച്ചു. ഈ പറമ്പിന് ചുറ്റുമുണ്ടായിരുന്ന ഏകദേശം 10ഓളം വീടുകളിൽ പൂർണ്ണമായും വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. 50ഓളം വീടുകൾക്ക് കേടുപാടുണ്ട്. 2 കിലോമീറ്ററിലേക്ക് അതിന്റെ ആഘാതം ഉണ്ടായെന്ന് പറയുമ്പോൾ ഉറപ്പായും എത്രത്തോളം വലിയ സ്ഫോടനമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അനുമതിയില്ല എന്നൊക്കെ പറയുന്ന ജില്ലാ കളക്ടർ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ വലിയ അനാസ്ഥ അവിടെ ഉണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷണം ഉറപ്പായും ഉണ്ടാകണം.